ഈ ഗ്രാമവഴികൾക്കും പച്ചപുതച്ച കൃഷിയിടങ്ങൾക്കും ലോകത്തോട് പറയാൻ ഒരു കഥയുണ്ട്. ഇല്ലായ്മകളുടെയും ദുരിതങ്ങളുടെയും ഭൂമികയിലൂടെ സഞ്ചരിച്ച് ഒരു സാധാരണക്കാരന് എളുപ്പം എത്തിച്ചേരാൻ കഴിയാത്ത വിജയവീഥിയിൽ പ്രവേശിച്ച ഒരു പരിശ്രമശാലിയുടെ കഥ. മനസ്സിൽ വിലയേറിയ സ്വപ്നങ്ങളും കഠിനാധ്വാനം ചെയ്യാനുള്ള ആത്മബലവും നിരന്തരം ജീവിതത്തോട് സമരം ചെയ്തുള്ള പരിചയവും സദാ മാർഗദീപമായി നിലകൊണ്ട ഈശ്വരവിശ്വാസവും കൈമുതലായി സൂക്ഷിച്ച കർമ്മധീരനായ ഒരു ചെറുപ്പക്കാരൻ നേടിയെടുത്ത ആദരവിന്റെയും വിജയത്തിന്റെയും കഥ. മലപ്പുറം ജില്ലയിലെ അതിസാധാരണമായ ഒരു ഗ്രാമം എടവണ്ണപ്പാറ. കൃഷിക്കാരും ചെറുകിട കച്ചവടക്കാരും അധിവസിക്കുന്ന ഈ ഉൾനാട്ടിൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ചരിത്രത്തിലെ അത്യുജ്വലമായ ഒരു വിജയഗാഥ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ മാറ്റൊലിക്കൊണ്ടു. മുഹമ്മദ് അലി ശിഹാബ് എന്ന 29കാരൻ നേടിയെടുത്ത സിവിൽ സർവീസ് പരീക്ഷാ വിജയം ഒരു മഹാസംഭവമായി തീരുന്നത് തന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട പരീക്ഷണഘട്ടങ്ങളോട് ചേർത്തുവെച്ച് നിരീക്ഷിക്കുമ്പോഴാണ്. ബാല്യത്തിലെ പിതാവ് നഷ്ടപ്പെട്ട ശിഹാബ് കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാരണം 5ാം ക്ലാസ് മുതൽ താമസിച്ചത് മുക്കത്തുള്ള ഒരു അനാഥാലയത്തിലായിരുന്നു. കുറെ ദൂരെയുള്ള യത്തീംഖാന വക സ്കൂളിലായിരുന്നു പഠനം. ആധുനിക കാലത്ത് അക്കാദമിക ജാടകൾ അരങ്ങു തകർക്കുമ്പോൾ ഒരു അനാഥാലയത്തിൽ വളർന്ന സാധാരണ ഗ്രാമീണ ബാലന്റെ വിജയം ഇന്ത്യൻ സിവിൽ സർവീസ് ചരിത്രത്തിൽ സുവർണരേഖയാകുന്നു. ശിഹാബിന്റെ വിജയപാതകളിൽ എന്നും തണൽവൃക്ഷമായിരുന്നു ഉമ്മ. ഉമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയും സാമീപ്യവുമാണ് തന്നെ നയിച്ചതെന്ന് അദ്ദേഹം പറയാറുണ്ട്. ഉമ്മയ്ക്കുമുണ്ട് മകനെക്കുറിച്ച് ഏറെ പറയാൻ. പഠിക്കാൻ തന്നെ ചെറുപ്പത്തിലും മടിയായിരുന്നു. ചെറുപ്പത്തിലും പിന്നെ തീരെ പോകാൻ കൂട്ടക്കൂല. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്ലാസ്സിലെത്തിയാ പഠിച്ചു. ഏത് ക്ലാസ്സിലും 1ാം ക്ലാസ് തൊട്ട് അവിടെ എത്തിയാ പഠിച്ചു. പോകാൻ പെടുന്ന കൂട്ടക്കൂല. ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും, പങ്ങളോ ഞാനോ. പിന്നെ അപ്പള്ളാന്ന് ഇപ്പൊ ഉണ്ടോ പല മത്സരം. പിന്നെ ഞങ്ങളായി, ഞാനും ജ്യേഷ്ഠനൊക്കെ ഞങ്ങളെല്ലാരും കൂടി മൊക്കത്തേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിയാ പഠിച്ചും അവിടുത്തെ ക്ലാസ്സിലെ ലീഡറാവും. എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചാനൊക്കെ റെഡി. അന്ന് കേറി കിട്ടാൻ പറഞ്ഞു. സ്കൂൾക്കാട് കേറി കിട്ടാൻ ഇല്ല, പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോ ഒന്ന് പോയി നോക്കട്ടെ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോയതാണ് പരീക്ഷ എഴുതാൻ. സ്കൂൾ കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ ഒന്ന് പോയി നോക്കാന്നുള്ളത് പോയതാണ് പരീക്ഷ എഴുതാനേ. ഈ പരീക്ഷ എഴുതാനേ. അപ്പൊ അങ്ങനെ കിട്ടിയതാണ്. അത് ഇവിടെ നിന്ന് പോകാൻ കൂട്ടൊക്കെ ഇട്ടാ. ഇപ്പൊ മരിച്ചപ്പോഴേ ഇപ്പൊ ഉണ്ടായപ്പോ അങ്ങനെ മോനെ എങ്ങനെ ആട്ടി തോച്ചി മല കയറുമൊക്കെ ചോദിച്ചും. അപ്പൊ കുടിച്ച് വലിച്ച് കൊണ്ടുപോയിക്കോളും. നമ്മളോട് കൂട്ടിയാ കൂടൂല അവനെ കൊണ്ടുപോകാൻ. അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞതാ എന്റെ ആങ്ങളിയൊക്കെ പാടെ, ഓനെ ഇങ്ങനെ കൊണ്ടുപോകാൻ നല്ലത്, അവിടെ അറിഞ്ഞു കിട്ടുന്നോളും. അവിടെ എത്തിയാ പഠിച്ചും ചെയ്യും. അവിടെ വീട്ടില് വാർമല എത്തിയാലും പഠിച്ചും. അവിടെ എത്തിയാൽ നമ്മളെന്നും ഇവിടെ കളിക്കാരെ കാണും നമ്മളെ നാട്ടിലുള്ള. അപ്പം അത് സുഖമില്ല. അവിടെ എത്തിയാൽ അങ്ങനെ കളിക്കാരെ കാണൂലല്ലോ.
പന്ത് കളിയും മറ്റും മറ്റേനൊക്കെ വലിയ കമ്പാ. അപ്പൊ അതിനൊക്കെ കണ്ടാ പിന്നെ ഫോൺ കൂട്ടക്കൂലെന്നുള്ളവർക്കാണ് എത്തിങ്ങനെ കൊണ്ടുപോയത്. പിന്നെ ഇപ്പല്ലാണ് പഠിപ്പിച്ചാൻ അങ്ങനെ വലിയ പഠിപ്പൊന്നും പഠിപ്പിച്ചാൽ നമ്മുടെ കജ്ജൂല്ലല്ലോ. ഇപ്പൊ ഉണ്ടായ പിന്നെ ഇപ്പൊ കച്ചവടം ഇനി അപ്പൊ പിന്നെ പൈസ ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാരും പറഞ്ഞു അങ്ങനെയാണ് നല്ലത്. പിന്നെ മറ്റേ 2 പെൺകുട്ടികളെ ആ കൂട്ടത്ത് കൊണ്ടുപോയി. പിന്നെ വീട്ടിലാരും ഇല്ല, ഞാൻ സ്വന്തം ഇനി. ക്ലേശപൂർണമായ ഭൂതകാല നിലവുകളിൽ പ്രധാനം ബാപ്പയുടെ മരണാനന്തരം സഞ്ചരിച്ച പഠന വഴികളാണ്. വീട്ടിലെ ദാരിദ്ര്യമാണ് ശിഹാബിനെ അനാഥാലയത്തിലേക്ക് പറഞ്ഞയച്ചത്. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ ദരിദ്ര ബാലന്മാരോടൊപ്പം കഴിച്ചുകൂട്ടിയ ആ ദിനങ്ങളിൽ ശിഹാബ് ജീവിതത്തെ അടുത്തു കണ്ട് മനസ്സിലാക്കുകയായിരുന്നു. അനാഥാലയത്തിൽ നിന്നും കുറച്ചകലെയാണ് യത്തീംഖാന സ്കൂൾ. ഏറെ നേരം നടന്നാണ് സ്കൂളിൽ പോകുക. കർശനമായ നിഷ്ഠകളായിരുന്നു അനാഥാലയത്തിൽ. പക്ഷേ ആ ക്ലേശങ്ങളൊക്കെ തന്റെ ജീവിതത്തെ വളരെ പോസിറ്റീവായാണ് സ്വാധീനിച്ചതെന്ന് ശിഹാബ് പറയുന്നുണ്ട്. പിൽക്കാലത്ത് താൻ നേരിട്ട പ്രതിസന്ധികളോടും ഇല്ലായ്മകളോടും നിരന്തരം പോരാടാനും മനസ്ഥൈര്യത്തോടെ മുന്നേറാനും മുഹമ്മദ് അലി ശിഹാബിന് കരുത്തു പകർന്നത് യത്തീംഖാന വക സ്കൂളായിരുന്നു. ഇതിൻ്റെ പൂർവികന്മാരായ സ്ഥാപകന്മാരുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു കാൽവെപ്പുകളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ ഒരു വിജയമാണ് അത് എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് ഏറ്റവും വലിയ ഒരു പ്രശസ്തി ഷിഹാബിൻ്റെ വിജയം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പുറമെ ഞങ്ങൾ സന്തോഷിക്കുന്നത് ഷിഹാബിൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ഈ മാർഗം പിന്തുടരുവാനുള്ള ഒരു ആവേശം അവരിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പഠനത്തോട് അദമ്യമായ ആഗ്രഹമുണ്ടെങ്കിലും പിന്നോട്ട് മാറിയിരുന്ന ശിഹാബിനെ മുൻബെഞ്ചിലേക്ക് കൈപിടിച്ചിരുത്തിയത് മുക്കം യത്തീംഖാന സ്കൂളിലെ നഫീസ ടീച്ചറായിരുന്നു. ശിഹാബിന്റെ ജീവിതത്തിലെ മുന്നേറ്റങ്ങളുടെ ആരംഭമായിരുന്നു അത്. വിജ്ഞാനത്തോടുള്ള ശിഹാബിന്റെ അടങ്ങാത്ത താൽപര്യത്തെ ആദ്യം മനസ്സിലാക്കിയത് നഫീസ ടീച്ചറായിരുന്നു. തന്റെ ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച പ്രോത്സാഹനത്തെ, പ്രചോദനത്തെ, തന്റെ വഴിയിൽ വിളക്കുമരമായി വർത്തിച്ച ആ അധ്യാപികയെ ശിഹാബിന് മറക്കാൻ കഴിയില്ല. അധ്യാപിക എന്ന നിലയിൽ തന്റെ നിയോഗം സാർത്ഥകമായെന്ന് സുഹറ ടീച്ചറും തിരിച്ചറിയുന്നു. അഡ്മിഷൻ കഴിഞ്ഞു വന്നപ്പോൾ ഞാനും അന്ന് അഡ്മിഷന് ജോയിൻ ചെയ്ത് കുറച്ചായിട്ടേ ഉള്ളായിരുന്നു. സ്കൂളിലേക്ക് വന്നിട്ട് പിന്നെ 91 ജോയിൻ ചെയ്യുന്നത്. 90 കുറച്ച് ദിവസമേ വർക്ക് ചെയ്തോളൂ, 2-3 മാസം. പിന്നെ 91 ആദ്യത്തെ ബാച്ചാണ് ഈ കുട്ടികൾ. അപ്പോൾ ഇവരെ ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ ഓർമ്മയിലെ കുട്ടികൾ മാത്രമായിരുന്നു. ഭയങ്കര വികൃതിയൊക്കെ ഉള്ള കുട്ടികളാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്ക് ബെഞ്ചിലിരുന്ന കുട്ടിയാണ് ഇവന്. കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പറയലുണ്ട് കാണുമ്പോഴൊക്കെ. അതിനുശേഷം പിന്നെ അവിടുന്ന് എന്തോ എനിക്ക് അറിയില്ല, ഇവന് പഠിക്കാനുള്ളൊരു ശ്രദ്ധ ഉള്ള കുട്ടിയാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ ബെഞ്ചിൽ നിന്ന് ഇവനെ എണീപ്പിച്ച് മുമ്പിലിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ആ ഇരുത്തിയത് വേറൊരു കുട്ടി, ഇവൻ്റെ ഫ്രണ്ട്, പിന്നെ എന്തായിരുന്നടാ പേര്, അബ്ദുൽ നിസാർ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടി നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുകയും എല്ലാ വർക്കും ചെയ്യുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ആ കുട്ടീൻ്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അധികമൊന്നും അന്നത്തെ കാലത്തെക്കുറിച്ച് ഓർമ്മയില്ല, 21 വർഷം മുമ്പാണ്. പിന്നെ ഇടയ്ക്കൊക്കെ മറ്റേ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലും വന്നപ്പോൾ തന്നെ ഞാൻ ഇവനെ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന്. ഇവനെയൊന്നുമില്ല, എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുന്ന കൂടുതൽ ഇവനെയും ശ്രദ്ധിച്ചു. ഇവനെ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം ഇവന് എല്ലാം അറിയാനുള്ളൊരു ടെൻഡൻസി, എപ്പോഴും എല്ലാം അറിയണം, എല്ലാം ചെയ്യണം, മുന്നോട്ട് വരണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അന്ന്. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു.
സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മുക്കം TTIയിൽ നിന്നും TTC യോഗ്യത നേടി. 2004 ജലവിഭവ വകുപ്പ് പരപ്പനങ്ങാടി സബ് ഡിവിഷനിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായി. 2007 മുതുവല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ UPSA ആയി. തന്റെ വിദ്യാഭ്യാസത്തിന് ചേർന്ന ഉദ്യോഗം ലഭിച്ചപ്പോൾ ജീവിതക്ലേശങ്ങൾക്കെല്ലാം പരിഹാരമായി എന്നു കരുതി ശിഹാബ് ഒതുങ്ങിക്കൂടിയില്ല. മറിച്ച് പഠനത്തിലും അന്വേഷണങ്ങളിലും കൂടുതൽ തൽപരനായി. സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും നിരന്തരമായ പ്രോത്സാഹനവും സഹായവും ലഭിച്ചു. ആയുർവേദ ഡോക്ടറായ ജ്യേഷ്ഠൻ നൽകിയ സഹായം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. എഴുതിയ മത്സര പരീക്ഷകളിലെല്ലാം മുൻനിരക്കാരനായി. 21 നിയമന ഉത്തരവുകൾ ശിഹാബിനെ തേടി ഇടവണ്ണപ്പുറം ഗ്രാമത്തിന്റെ അതിർത്തി കടന്നെത്തി. 1991 ഫാദർ മരിച്ചതിന് ശേഷം അനിയനെ എത്തിങ്ങാനയിൽ കൊണ്ടുപോയി ചേർത്തുക ചെയ്ത്, മുക്കം എത്തിങ്ങാനയിൽ. അതിന് അവിടെ കൊണ്ടുപോയി ചേർത്തി അവൻ പഠിച്ചു വരുന്ന സമയത്ത് ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ ആ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ പൊതുവെ അവന് പഠനത്തിൽ കുറച്ച് മികവ് കാണിക്കുന്നതായി തോന്നി. മാത്രമല്ല ജനറൽ നോളജ് എല്ലാം വൈഡായിട്ട് എല്ലാം പഠിച്ചെടുക്കുന്ന ഒരു സ്വഭാവം കണ്ടു. ജനറൽ നോളജ് മൊത്തത്തിൽ ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുസ്തക വായന അതുപോലെ പേപ്പർ വായനയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ആ സമയത്ത് അവൻ കഴിഞ്ഞ് അവൻ എത്തിങ്ങാന പഠനം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ജോലിയിലാവുക എന്നുള്ളതിലുപരി അവന് PSC ടെസ്റ്റൊക്കെ എഴുതാനുള്ളൊരു താല്പര്യം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ PSC ടെസ്റ്റ് പല DSC ടെസ്റ്റ് എഴുതി അങ്ങനെയുള്ള അവന് പഠനത്തിന്റെ ഒരു മികവ് കണ്ടപ്പോൾ അവനൊരു ടാർഗറ്റ് കൊടുക്കൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരു ലക്ഷ്യം അവന് കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ളൊരു ഐഡിയ തോന്നി. അതുകൊണ്ട് അവന് സിവിൽ സർവീസ് ഏറ്റവും ഉയർന്ന ഒരു ലക്ഷ്യം തന്നെ സിവിൽ സർവീസ് അല്ലെങ്കിൽ IAS എന്നുള്ള ഒരു ടാർഗറ്റ്, ഒരു IASകാരനായാൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് അവനോട് ഞാൻ പല പ്രാവശ്യമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അവന് അത് മാത്രമല്ല, അത് അങ്ങനെ ഒരു ടാർഗറ്റ് മനസ്സിലുണ്ടെങ്കിലും പല രൂപത്തിൽ PSC ടെസ്റ്റുകളൊക്കെ നിരന്തരം എഴുതാനും അതിലൊക്കെ വിജയം നേടാനും കഴിഞ്ഞു. ഈ IAS അല്ലെ സിവിൽ സർവീസ് ഒരു ലക്ഷ്യം കൊടുത്തെങ്കിൽ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയാൽ IAS കിട്ടുക എന്ന് മാത്രമല്ല, അതിലുപരി അവന് അതുവഴി അവന് നിരന്തരമായ ഒരു പഠനം അതുവഴി ഉണ്ടാകും എന്ന് ഞാൻ കരുതി. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ തീരെ ചെറിയൊരു വീട്ടിൽ ജീവിച്ച് വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ശിഹാബ് രാജ്യത്തെ ഉന്നതമായ ഒരു പരീക്ഷ എഴുതി വിജയം കരസ്ഥമാക്കിയത്. വീട്ടിൽ വലിയ ഗ്രന്ഥശേഖരമില്ല. ഉത്തരങ്ങൾ അന്വേഷിച്ച് സൈറ്റുകളിൽ നിന്നും സൈറ്റുകളിലേക്ക് യാത്ര ചെയ്യാൻ അവസരങ്ങളില്ല. തന്നോടൊപ്പം പരീക്ഷയ്ക്ക് തയ്യാറെടുത്തവരിൽ പലരും അമിതമായ സൗകര്യങ്ങളിൽ അഭിരമിക്കുമ്പോൾ ഇച്ഛാശക്തിയും പ്രാർത്ഥനയും പരിശ്രമവും കൈമുതലാക്കി ശിഹാബ് മുന്നേറി. മണിക്കൂറുകൾ നീണ്ട പഠനം, മറ്റെല്ലാ പ്രതിബന്ധങ്ങളും മറന്ന്. പഠനത്തിനായി ശിഹാബ് പ്രത്യേക സമയം നീക്കിവെച്ചില്ല. അതിനു പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാ സമയവും പഠിക്കാൻ ഉപയോഗിച്ചു എന്നതാണ് സത്യം. റിവിഷൻ, ഒരു പഠിച്ച കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുമ്പോഴാണ് ആ വസ്തുത ഏറെ ശക്തിയായി സമഗ്രമായി കൂടുതൽ ഉദാത്തമായ തലത്തിൽ നമ്മുടെ മനസ്സിൽ ഉറക്കുന്നുള്ളൂ. അതുകൊണ്ട് ആവർത്തനം പഠനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ആവർത്തന വിരസത സൃഷ്ടിക്കുമെങ്കിൽ അത് ടൈം ടേബിൾ തയ്യാറാക്കി ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയം ഒരു സബ്ജക്റ്റിന്, മറ്റ് സമയം മറ്റ് സബ്ജക്റ്റിന് എന്ന രൂപത്തിൽ വേർതിരിച്ച് കാണുകയാണ് നന്നായിരിക്കും. ജീവിതത്തിലെ ഒരു ഉന്നതമായ നേട്ടത്തിലേക്ക് എൻ്റേതായ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ സാഹചര്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ജീവിതത്തിൽ കുടുംബം,
അതുപോലെ തന്നെ മറ്റ് ജീവിത പ്രാരാബ്ദങ്ങൾ, ഇതൊന്നും നമ്മളാരും സൃഷ്ടിക്കുന്നതല്ല. ഇത് നമ്മൾ ഇവിടെ പിറന്നു വീണാൽ ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ഈ യാഥാർത്ഥ്യത്തിൽ നിലനിന്നുകൊണ്ട് എത്രമാത്രം പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. ഈ ചിന്തയിൽ നിന്ന് ജീവിതത്തിലെ കുടുംബം പുലർത്തുന്നതോടൊപ്പം എൻ്റെ വിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ഡിഗ്രി വിദ്യാഭ്യാസം പ്രൈവറ്റ് രജിസ്ട്രേഷനിലായി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മുഖേന പൂർത്തീകരിക്കാൻ നിർബന്ധിതനായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ചരിത്രം 2006 പൂർത്തീകരിച്ചു. ഇതിനിടയ്ക്ക് പഞ്ചായത്തിൽ LD ക്ലർക്കായും വാട്ടർ അതോറിറ്റിയിൽ ലാസ്റ്റ് ഗ്രേഡായും എൻ്റെ വീടിനടുത്തുള്ള മുതുവല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ UP വിഭാഗത്തിൽ ഒരു അധ്യാപകനായും ജോലി കിട്ടി. ഫറൂഖ് കോളേജിലെ PM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻസ്. ശിഹാബിന്റെ വീട്ടിലെ അസൗകര്യം മനസ്സിലാക്കി സ്ഥാപനാധികൃതർ അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഈ പരിശ്രമശാലിക്ക് കിട്ടിയ കൈത്താങ്ങുകളിൽ വളരെ പ്രധാനമാണ് ഈ സഹായം. ഇവിടുത്തെ 23-ാം നമ്പർ മുറി ശിഹാബിന്റെ കഠിനാധ്വാനത്തിന്റെ ചരിത്രം വായിച്ചെടുത്തിട്ടുണ്ടാകും. ഞാൻ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തെന്നും എത്ര രാത്രികൾ ഉറങ്ങിയെന്നും ഉറങ്ങാതിരുന്നെന്നും ഈ 4 ചുമരുകൾക്കും വ്യക്തമായി അറിയാം. എന്നെന്നും ജീവിതത്തിൽ എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും ഈ ഓർമ്മകൾ എന്നും നിലനിൽക്കും. ഇവിടുന്ന് കിട്ടിയ അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് നടന്നു കയറുമ്പോൾ കഠിനാധ്വാനത്തോടെ ത്യാഗത്തോടെ മുന്നേറാൻ ഒരു മുതൽക്കൂട്ടായി മാറും. ഒഴിവുവേളകളിൽ കൃഷിക്കാരനായും കുടുംബത്തോട് തികഞ്ഞ ഉത്തരവാദിത്തമുള്ള മകനായും ഗൃഹനാഥനായും പിതാവായും സാധാരണയിൽ സാധാരണക്കാരനായി എടവണ്ണപ്പുറത്ത് ജീവിക്കുന്ന മുഹമ്മദ് അലി ശിഹാബ് ഇപ്പോൾ ലഭിക്കുന്ന അംഗീകാരങ്ങൾക്ക് നടുവിലും എളിമയോടെ തികഞ്ഞ ഗ്രാമീണ മനസ്സോടെ മുമ്പോട്ടു പോകുന്നു. കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രം ഭാവിയിൽ രേഖപ്പെടുത്തുമ്പോൾ കർമ്മധീരനായ പരിശ്രമശാലിയായ ഗ്രാമവിശുദ്ധിയുടെ മണവും മമതയും മനസ്സിൽ സൂക്ഷിക്കുന്ന മുഹമ്മദ് അലി ശിഹാബ് എന്ന നാമധേയം തങ്കലിപികളിൽ എഴുതിച്ചേർക്കും. സമ്പത്തും ആഭിജാത്യവുമല്ല വിജയങ്ങൾക്ക് നിദാനമെന്ന് ഇനി വരുന്ന ഓരോ തലമുറയെയും അത് ഓർമ്മിപ്പിക്കും. ആധുനിക കാലത്ത് അക്കാദമിക ജാടകൾ അരങ്ങു തകർക്കുമ്പോൾ ഒരു അനാഥാലയത്തിൽ വളർന്ന സാധാരണ ഗ്രാമീണ ബാലന്റെ വിജയം ഇന്ത്യൻ സിവിൽ സർവീസ് ചരിത്രത്തിൽ സുവർണരേഖയാകുന്നു. ശിഹാബിന്റെ വിജയപാതകളിൽ എന്നും തണൽവൃക്ഷമായിരുന്നു ഉമ്മ. ഉമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയും സാമീപ്യവുമാണ് തന്നെ നയിച്ചതെന്ന് അദ്ദേഹം പറയാറുണ്ട്. ഉമ്മയ്ക്കുമുണ്ട് മകനെക്കുറിച്ച് ഏറെ പറയാൻ. പഠിക്കാൻ തന്നെ ചെറുപ്പത്തിൽ മടിയായിരുന്നു. ചെറുപ്പത്തിൽ പിന്നെ തീരെ പോകാൻ കൂട്ടക്കൂല. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്ലാസ്സിലെത്തിയാ പഠിച്ചു. ഏത് ക്ലാസ്സിലും 1-ാം ക്ലാസ് തൊട്ട് അവിടെ എത്തിയാ പഠിച്ചു. പോകാൻ ഇവിടുന്ന് കൂട്ടക്കൂല. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും, പങ്ങളോ ഞാനോ. പിന്നെ അപ്പള്ളാന്ന് ഇപ്പുണ്ടോ
പല മരിച്ചാരെ പിന്നെ ഞങ്ങളായി, ഞാനും ജ്യേഷ്ഠനൊക്കെ ഞങ്ങളെല്ലാവരും കൂടി മൊക്കത്ത് കൊണ്ടുപോകും. അവിടെ എത്തിയാൽ പഠിച്ചും അവിടുത്തെ ക്ലാസ്സിലെ ലീഡറാവും, എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചാനൊക്കെ റെഡി. അന്ന് കയറി കിട്ടാൻ പറഞ്ഞു, സ്കൂൾക്കാട് കയറി കിട്ടണം. ഇല്ല, പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോ ഒന്ന് പോയി നോക്കട്ടെ എന്ന് അറിഞ്ഞിട്ട് അങ്ങ് പോയതാണ് പരീക്ഷ എഴുതാൻ. സ്കൂളിൽ തന്നെയല്ലോ. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ ഒന്ന് പോയി നോക്കാന്നുള്ളത് പോയതാണ് പരീക്ഷ എഴുതാനേ, ഈ പരീക്ഷ എഴുതാനേ. അപ്പൊ അങ്ങനെ കിട്ടിയതാണ്. അത് ഇവിടെ നിന്ന് പോകാൻ കൂട്ടൊക്കെ ഇട്ടാ. ഇപ്പൊ മരിച്ചപ്പോഴേ ഇപ്പൊ ഉണ്ടായപ്പോ ഇങ്ങനെ മോനെ എങ്ങനെ ആട്ടി തോച്ചി മല കയറുമൊക്കെ ചോദിക്കും. അപ്പൊ കുടിച്ച് വലിച്ച് കൊണ്ടുപോയിക്കോളും. നമ്മളോട് കൂട്ടിയാ വിടൂല അവനെ കൊണ്ടുപോകാൻ. അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞതാ എന്റെ ആങ്ങളെയൊക്കെ പാടെ, ഓനെ ഇങ്ങനെ കൊണ്ടുപോകാൻ നല്ലത്, അവിടെ അടഞ്ഞു കിട്ടുന്നോളും, അവിടെ എത്തിയാ പഠിച്ചും ചെയ്യും. അവിടെ വീട്ടില് വാർമല എത്തിയാലും പഠിച്ചും. അവിടെ എത്തിയാൽ നമ്മളെന്നും ഇവിടെ കളിക്കാരെ കാണും നമ്മളെ നാട്ടിലുള്ള. അപ്പം അത് സുഖമില്ല, അവിടെ എത്തിയാൽ അങ്ങനെ കളിക്കാരെ കാണൂലല്ലോ. പന്ത് കളിയും മറ്റും മറ്റേനൊക്കെ വലിയ കമ്പാ. അപ്പൊ അതിനൊക്കെ കണ്ടാ പിന്നെ ഫോൺ കൂട്ടക്കൂലെന്നുള്ളവർക്കാണ് എത്തി ഇങ്ങനെ കൊണ്ടുപോയത്. പിന്നെ ഇപ്പല്ലാണ് പഠിപ്പിച്ചാൻ അങ്ങനെ വലിയ പഠിപ്പൊന്നും പഠിപ്പിച്ചാൽ നമ്മുടെ കജ്ജൂല്ലല്ലോ. ഇപ്പൊ ഉണ്ടായ പിന്നെ ഇപ്പൊ കച്ചവടം ഇനി, അപ്പൊ പിന്നെ പൈസ ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാരും പറഞ്ഞ അങ്ങനെയാണ് നല്ലത്. പിന്നെ മറ്റേ 2 പെൺകുട്ടികളെ ആ കൂട്ടത്ത് കൊണ്ടുപോയി. പിന്നെ വീട്ടിലാരും ഇല്ല, ഞാൻ സ്വന്തം ഇനി. ക്ലേശപൂർണമായ ഭൂതകാല നിലവുകളിൽ പ്രധാനം ബാപ്പയുടെ മരണാനന്തരം സഞ്ചരിച്ച പഠന വഴികളാണ്. വീട്ടിലെ ദാരിദ്ര്യമാണ് ശിഹാബിനെ അനാഥാലയത്തിലേക്ക് പറഞ്ഞയച്ചത്. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ ദരിദ്ര ബാലന്മാരോടൊപ്പം കഴിച്ചുകൂട്ടിയ ആ ദിനങ്ങളിൽ ശിഹാബ് ജീവിതത്തെ അടുത്തു കണ്ട് മനസ്സിലാക്കുകയായിരുന്നു. എനിക്കറിയില്ല, ഇവന് പഠിക്കാനുള്ളൊരു ശ്രദ്ധ ഉള്ള കുട്ടിയാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ ബെഞ്ചിൽ നിന്ന് ഇവനെ എണീപ്പിച്ച് മുമ്പിലിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ആ ഇരുത്തിയത് വേറൊരു കുട്ടി, ഇവന്റെ ഫ്രണ്ട്, പിന്നെ എന്തായിരുന്നു പേര്, അബ്ദുൽ നിസാർ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടി നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുകയും എല്ലാ വർക്കും ചെയ്യുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ആ കുട്ടീൻ്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അധികം ഒന്നും അന്നത്തെ കാലത്തെ കുറിച്ച് ഓർമ്മയില്ല, 21 വർഷം മുമ്പാണ്. പിന്നെ ഇടയ്ക്കൊക്കെ മറ്റേ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലും വന്നപ്പോൾ തന്നെ ഞാൻ ഇവനെ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് ഇവനെയൊന്നുമില്ല, എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുന്ന കൂടുതൽ ഇവനെയും ശ്രദ്ധിച്ചു. ഇവനെ ശ്രദ്ധിക്കുമായിരുന്നു, കാരണം ഇവനെ എല്ലാം അറിയാനുള്ളൊരു ടെൻഡൻസി എപ്പോഴും എല്ലാം അറിയണം, എല്ലാം ചെയ്യണം, മുന്നോട്ട് വരണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അന്ന്. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മുക്കം TTIയിൽ നിന്നും TTC യോഗ്യത നേടി. 2004 ജലവിഭവ വകുപ്പ് പരപ്പനങ്ങാടി സബ് ഡിവിഷനിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായി. 2007 മുതുവല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ UPSA ആയി. തന്റെ വിദ്യാഭ്യാസത്തിന് ചേർന്ന ഉദ്യോഗം ലഭിച്ചപ്പോൾ ജീവിതക്ലേശങ്ങൾക്കെല്ലാം പരിഹാരമായി എന്നു കരുതി ശിഹാബ് ഒതുങ്ങിക്കൂടിയില്ല. മറിച്ച് പഠനത്തിലും അന്വേഷണങ്ങളിലും കൂടുതൽ തൽപരനായി. സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും നിരന്തരമായ പ്രോത്സാഹനവും സഹായവും ലഭിച്ചു. ആയുർവേദ ഡോക്ടറായ ജ്യേഷ്ഠൻ നൽകിയ സഹായം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. എഴുതിയ മത്സര പരീക്ഷകളിലെല്ലാം മുൻനിരക്കാരനായി. 21 നിയമന ഉത്തരവുകൾ ശിഹാബിനെ തേടി ഇടവണ്ണപ്പുറം ഗ്രാമത്തിന്റെ അതിർത്തി കടന്നെത്തി. 1991 ഫാദർ മരിച്ചതിന് ശേഷം അനിയനെ എത്തിങ്ങാനയിൽ കൊണ്ടുപോയി ചേർത്തുക ചെയ്ത്, മുക്കം എത്തിങ്ങാനയിൽ. അതിന് അവിടെ കൊണ്ടുപോയി ചേർത്തി അവൻ പഠിച്ചു വരുന്ന സമയത്ത് ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ ആ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ പൊതുവെ അവന് പഠനത്തിൽ കുറച്ച് മികവ് കാണിക്കുന്നതായി തോന്നി. മാത്രമല്ല ജനറൽ നോളജ് എല്ലാം വൈഡായിട്ട് എല്ലാം പഠിച്ചെടുക്കുന്ന ഒരു സ്വഭാവം കണ്ടു. ജനറൽ നോളജ് മൊത്തത്തിൽ ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുസ്തക വായന അതുപോലെ പേപ്പർ വായനയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ആ സമയത്ത് അവൻ കഴിഞ്ഞ് അവൻ എത്തിങ്ങാന പഠനം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ജോലിയിലാവുക എന്നുള്ളതിലുപരി അവന് PSC ടെസ്റ്റൊക്കെ എഴുതാനുള്ളൊരു താല്പര്യം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ PSC ടെസ്റ്റ്
പല DSC ടെസ്റ്റ് എഴുതി അങ്ങനെയുള്ള ഒരു പഠനത്തിന്റെ ഒരു മികവ് കണ്ടപ്പോൾ അവനൊരു ടാർഗറ്റ് കൊടുക്കൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരു ലക്ഷ്യം അവന് കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ളൊരു ഐഡിയ തോന്നി. അതുകൊണ്ട് അവന് സിവിൽ സർവീസ് ഏറ്റവും ഉയർന്ന ഒരു ലക്ഷ്യം തന്നെ. അനാഥാലയത്തിൽ നിന്നും കുറച്ചകലെയാണ് യത്തീംഖാന സ്കൂൾ. ഏറെ നേരം നടന്നാണ് സ്കൂളിൽ പോകുക. കർശനമായ നിഷ്ഠകളായിരുന്നു അനാഥാലയത്തിൽ. പക്ഷേ ആ ക്ലേശങ്ങളൊക്കെ തന്റെ ജീവിതത്തെ വളരെ പോസിറ്റീവായാണ് സ്വാധീനിച്ചതെന്ന് ശിഹാബ് പറയുന്നുണ്ട്. പിൽക്കാലത്ത് താൻ നേരിട്ട പ്രതിസന്ധികളോടും ഇല്ലായ്മകളോടും നിരന്തരം പോരാടാനും മനസ്ഥൈര്യത്തോടെ മുന്നേറാനും മുഹമ്മദ് അലി ശിഹാബിന് കരുത്തു പകർന്നത് യത്തീംഖാന വക സ്കൂളായിരുന്നു. ഇതിൻ്റെ പൂർവികന്മാരായ സ്ഥാപകന്മാരുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു കാൽവെപ്പുകളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ ഒരു വിജയമാണ് അത് എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് ഏറ്റവും വലിയ ഒരു പ്രശസ്തി ഷിഹാബിൻ്റെ വിജയം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പുറമെ ഞങ്ങൾ സന്തോഷിക്കുന്നത് ഷിഹാബിൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ഈ മാർഗം പിന്തുടരുവാനുള്ള ഒരു ആവേശം അവരിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പഠനത്തോട് അദമ്യമായ ആഗ്രഹമുണ്ടെങ്കിലും പിന്നോട്ട് മാറിയിരുന്ന ശിഹാബിനെ മുൻബെഞ്ചിലേക്ക് കൈപിടിച്ചിരുത്തിയത് മുക്കം യത്തീംഖാന സ്കൂളിലെ നഫീസ ടീച്ചറായിരുന്നു. ശിഹാബിന്റെ ജീവിതത്തിലെ മുന്നേറ്റങ്ങളുടെ ആരംഭമായിരുന്നു അത്. വിജ്ഞാനത്തോടുള്ള ശിഹാബിന്റെ അടങ്ങാത്ത താൽപര്യത്തെ ആദ്യം മനസ്സിലാക്കിയത് നഫീസ ടീച്ചറായിരുന്നു. തന്റെ ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച പ്രോത്സാഹനത്തെ, പ്രചോദനത്തെ, തന്റെ വഴിയിൽ വിളക്കുമരമായി വർത്തിച്ച ആ അധ്യാപികയെ ശിഹാബിന് മറക്കാൻ കഴിയില്ല. അധ്യാപിക എന്ന നിലയിൽ തന്റെ നിയോഗം സാർത്ഥകമായെന്ന് സുഹറ ടീച്ചറും തിരിച്ചറിയുന്നു. അഡ്മിഷൻ കഴിഞ്ഞു വന്നപ്പോൾ ഞാനും അന്ന് അഡ്മിഷന് ജോയിൻ ചെയ്ത് കുറച്ചായിട്ടേ ഉള്ളായിരുന്നു. സ്കൂളിലേക്ക് വന്നിട്ട് പിന്നെ 91 ജോയിൻ ചെയ്യുന്നത്. 90 കുറച്ച് ദിവസമേ വർക്ക് ചെയ്തോളൂ, 2-3 മാസം. പിന്നെ 91 ആദ്യത്തെ ബാച്ചാണ് ഈ കുട്ടികൾ. അപ്പോൾ ഇവരെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഓർമ്മയിലെ കുട്ടികൾ മാത്രമായിരുന്നു. ഭയങ്കര വികൃതിയൊക്കെ ഉള്ള കുട്ടികളാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയിൽ ബാക്ക് ബെഞ്ചിലിരുന്ന കുട്ടിയാണ് ഇവന് കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പറയലുണ്ട് കാണുമ്പോഴൊക്കെ. അതിനുശേഷം പിന്നെ അവിടുന്ന് എന്തോ ഈ ഗ്രാമവഴികൾക്കും പച്ചപുതച്ച കൃഷിയിടങ്ങൾക്കും ലോകത്തോട് പറയാൻ ഒരു കഥയുണ്ട്. ഇല്ലായ്മകളുടെയും ദുരിതങ്ങളുടെയും ഭൂമികയിലൂടെ സഞ്ചരിച്ച് ഒരു സാധാരണക്കാരന് എളുപ്പം എത്തിച്ചേരാൻ കഴിയാത്ത വിജയവീഥിയിൽ പ്രവേശിച്ച ഒരു പരിശ്രമശാലിയുടെ കഥ. മനസ്സിൽ വിലയേറിയ സ്വപ്നങ്ങളും കഠിനാധ്വാനം ചെയ്യാനുള്ള ആത്മബലവും നിരന്തരം ജീവിതത്തോട് സമരം ചെയ്തുള്ള പരിചയവും സദാ മാർഗദീപമായി നിലകൊണ്ട ഈശ്വരവിശ്വാസവും കൈമുതലായി സൂക്ഷിച്ച കർമ്മധീരനായ ഒരു ചെറുപ്പക്കാരൻ നേടിയെടുത്ത ആദരവിന്റെയും വിജയത്തിന്റെയും കഥ. മലപ്പുറം ജില്ലയിലെ അതിസാധാരണമായ ഒരു ഗ്രാമം എടവണ്ണപ്പാറ.
കൃഷിക്കാരും ചെറുകിട കച്ചവടക്കാരും അധിവസിക്കുന്ന ഈ ഉൾനാട്ടിൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ചരിത്രത്തിലെ അത്യുജ്വലമായ ഒരു വിജയഗാഥ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ മാറ്റൊലിക്കൊണ്ടു. മുഹമ്മദ് അലി ശിഹാബ് എന്ന 29കാരൻ നേടിയെടുത്ത സിവിൽ സർവീസ് പരീക്ഷാ വിജയം ഒരു മഹാസംഭവമായി തീരുന്നത് തന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട പരീക്ഷണഘട്ടങ്ങളോട് ചേർത്തുവച്ച് നിരീക്ഷിക്കുമ്പോഴാണ്. ബാല്യത്തിലെ പിതാവ് നഷ്ടപ്പെട്ട ശിഹാബ് കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാരണം 5ാം ക്ലാസ് മുതൽ താമസിച്ചത് മുക്കത്തുള്ള ഒരു അനാഥാലയത്തിലായിരുന്നു. കുറെ ദൂരെയുള്ള യത്തീംഖാന വക സ്കൂളിലായിരുന്നു പഠനം. സിവിൽ സർവീസ് അല്ലെങ്കിൽ IAS എന്നുള്ള ഒരു ടാർഗറ്റ്, ഒരു IAS കാരനായാൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് അവനോട് ഞാൻ പല പ്രാവശ്യമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അവന് അത് മാത്രമല്ല, അത് അങ്ങനെ ഒരു ടാർഗറ്റ് മനസ്സിലുണ്ടെങ്കിലും പല രൂപത്തിൽ PSC ടെസ്റ്റുകളൊക്കെ നിരന്തരം എഴുതാനും അതിലൊക്കെ വിജയം നേടാനും കഴിഞ്ഞു. ഈ IAS അല്ലെ സിവിൽ സർവീസ് ലക്ഷ്യം കൊടുത്തെങ്കിൽ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയാൽ IAS കിട്ടുക എന്ന് മാത്രമല്ല, അതിലുപരി അവന് അതുവഴി അവന് നിരന്തരമായൊരു പഠനം അതുവഴി ഉണ്ടാകും എന്ന് ഞാൻ കരുതി. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ തീരെ ചെറിയൊരു വീട്ടിൽ ജീവിച്ച് വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ശിഹാബ് രാജ്യത്തെ ഉന്നതമായ ഒരു പരീക്ഷ എഴുതി വിജയം കരസ്ഥമാക്കിയത്. വീട്ടിൽ വലിയ ഗ്രന്ഥശേഖരമില്ല. ഉത്തരങ്ങൾ അന്വേഷിച്ച് സൈറ്റുകളിൽ നിന്നും സൈറ്റുകളിലേക്ക് യാത്ര ചെയ്യാൻ അവസരങ്ങളില്ല. തന്നോടൊപ്പം പരീക്ഷയ്ക്ക് തയ്യാറെടുത്തവരിൽ പലരും അമിതമായ സൗകര്യങ്ങളിൽ അഭിരമിക്കുമ്പോൾ ഇച്ഛാശക്തിയും പ്രാർത്ഥനയും പരിശ്രമവും കൈമുതലാക്കി ശിഹാബ് മുന്നേറി. മണിക്കൂറുകൾ നീണ്ട പഠനം, മറ്റെല്ലാ പ്രതിബന്ധങ്ങളും മറന്ന്. പഠനത്തിനായി ശിഹാബ് പ്രത്യേക സമയം നീക്കിവെച്ചില്ല. അതിനു പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാ സമയവും പഠിക്കാൻ ഉപയോഗിച്ചു എന്നതാണ് സത്യം. റിവിഷൻ, ഒരു പഠിച്ച കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുമ്പോഴാണ് ആ വസ്തുത ഏറെ ശക്തിയായി, സമഗ്രമായി, കൂടുതൽ ഉദാത്തമായ തലത്തിൽ നമ്മുടെ മനസ്സിൽ ഉറക്കുന്നുള്ളൂ. അതുകൊണ്ട് ആവർത്തനം പഠനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ആവർത്തന വിരസത സൃഷ്ടിക്കുമെങ്കിൽ അത് ടൈം ടേബിൾ തയ്യാറാക്കി ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയം ഒരു സബ്ജക്റ്റിന്, മറ്റ് സമയം മറ്റ് സബ്ജക്റ്റിന് എന്ന രൂപത്തിൽ വേർതിരിച്ച് കാണുകയാണ് നന്നായിരിക്കും. ജീവിതത്തിലെ ഒരു ഉന്നതമായ നേട്ടത്തിലേക്ക് എൻ്റേതായ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ സാഹചര്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ജീവിതത്തിൽ കുടുംബം, അതുപോലെ തന്നെ മറ്റ് ജീവിത പ്രാരാബ്ദങ്ങൾ, ഇതൊന്നും നമ്മളാരും സൃഷ്ടിക്കുന്നതല്ല. ഇത് നമ്മൾ ഇവിടെ പിറന്നു വീണാൽ ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ഈ യാഥാർത്ഥ്യത്തിൽ നിലനിന്നുകൊണ്ട് എത്രമാത്രം പ്രവർത്തിക്കാൻ